രാജ്ഭവന്റെയും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ധാരണയായി. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷയും രാജ്ഭവനുള്ളിലെ സുരക്ഷയും CRPF ഒരുക്കും. ഗവർണറുടെ റൂട്ട് നിശ്ചയിക്കുന്നത് പോലീസായിരിക്കും. ഇന്ന് രാജ്ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനമായത്. അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, CRPFും പോലീസും ഏത് തരത്തിലായിരിക്കും ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക? എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? വിനീത, ഇന്ന് 12 മണിയോടുകൂടിയാണ് ഈ സുരക്ഷാ അവലോകന യോഗം ചേർന്നത്. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷയിൽ അത് CRPFന് നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. യാത്രയിൽ മുന്നിലും പിന്നിലുമായിട്ട് 2 CRPF വാഹനങ്ങളുടെ അകമ്പടിയായിരിക്കും ഗവർണർക്ക് ഇനി ഉണ്ടാകുക. രാജ്ഭവന്റെ ഉള്ളിൽ അത് CRPFനായിരിക്കും ചുമതലയുണ്ടാകുക. പിന്നീട് രാജ്ഭവന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുമ്പോൾ അത് ആ സുരക്ഷ പോലീസിന് തന്നെയായിരിക്കും ഉണ്ടാകുക. നിലവിൽ ഇപ്പോൾ പോലീസാണ് ആ സുരക്ഷ നിറവേറ്റുന്നത്. അവിടെ പോലീസ് തന്നെയായിരിക്കും ഇനിയും സുരക്ഷ ഒരുക്കുക. മാത്രമല്ല, ഗവർണറുടെ റൂട്ട് അടക്കം നിശ്ചയിച്ചിരുന്നത് പോലീസാണ്. ഇനിയും ഗവർണറുടെ റൂട്ട് നിശ്ചയിക്കുക പോലീസായിരിക്കും. മറ്റ് സുരക്ഷാ നടപടികളിലും പോലീസ് തുടരുമെന്നാണ് നിലവിലെ അവലോകന യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ ഈ തീരുമാനം അന്തിമമാകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സെക്രട്ടറിയുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം ഉത്തരവായി ഇറങ്ങുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ അവലോകന യോഗത്തിന് ശേഷം പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ. ഇന്ന് പ്രധാനമായും രാജ്ഭവന്റെ പ്രതിനിധികളും ഒപ്പം തന്നെ CRPFിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റലിജൻസ് SP, ഒപ്പം തന്നെ IGP, സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് IGP, സിറ്റി പോലീസ് കമ്മീഷണറാണ് പ്രധാനമായിട്ടും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. തുടർ ക്രമീകരണങ്ങളും ഒക്കെ ഇനി ഗവർണർ തിരിച്ചെത്തുന്ന സമയത്തേക്ക് ഏത് തരത്തിലായിരിക്കും എന്നതടക്കമാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി തീരുമാനമാകാനുണ്ട്. അതായത് ഈ CRPFന്റെ ചുമതലകളിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി ഇവരുടെ ചിലവ്, ഒപ്പം ഡ്യൂട്ടി സമയം, മറ്റു കാര്യങ്ങളിൽ ഉൾപ്പെടെ അന്തിമ തീരുമാനം ഇനിയും വരാനുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങൾ ഇപ്പോൾ യോഗത്തിന് ശേഷം ഇവർ പറഞ്ഞിരിക്കുകയാണ്. ഇനി DGPയും സർക്കാരിനെയും അറിയിച്ചതിന് ശേഷം അന്തിമമായിട്ടുള്ള തീരുമാനം ഉത്തരവായി പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പള്ളിപ്പുറം CRPF ക്യാമ്പിൽ നിന്ന് 25 സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം നിയമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡ്യൂട്ടിയിൽ നിലവിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ഇവർ യഥാക്രമം ആ ഡ്യൂട്ടിയുമായി സംബന്ധിച്ച് അവിടെ തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഗവർണർ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ മറ്റ് പരിപാടികൾക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തു പോകുമ്പോഴൊക്കെ ഏത് തരത്തിലായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ? വിനീത, സംസ്ഥാനത്തിന് പുറത്ത് രാജ്യത്ത് എവിടെയും സഞ്ചരിക്കുമ്പോൾ ഇനി ഗവർണർക്കൊപ്പം CRPF സംഘം ഉണ്ടാകും. കാരണം ഗവർണറുടെ ഈ പ്രാഥമികമായിട്ടുള്ള സുരക്ഷാ ചുമതല അത് CRPFനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വ്യക്തിഗത സുരക്ഷാ ചുമതല CRPFനായിരിക്കും. പക്ഷെ വിനീത, അതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമേലുള്ള ഒരു സംഭവമാണ് ഈ സുരക്ഷയിലേക്ക് നയിച്ചിട്ടുള്ളത്. പക്ഷേ പാളയത്ത്, ഇവിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഒരു മാസങ്ങൾക്ക് മുമ്പ് ഗവർണർ തങ്ങളുടെ സുരക്ഷാ വാഹനത്തിലേക്ക് പുറത്തിറങ്ങുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഇനി CRPFകാർ അത് ഇവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഗവർണർക്ക് വാഹനത്തിനുള്ളിലേക്ക് ചിലപ്പോൾ തിരിച്ചു കയറേണ്ട സാഹചര്യം കൂടി ഉണ്ടാകും. അതായത് ചുരുക്കം പറഞ്ഞാൽ ഗവർണർ ഒന്ന് കുടുങ്ങിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കാരണം ഇനി കൃത്യമായിട്ടുള്ള സുരക്ഷ നിയന്ത്രിക്കുക അവരുടെ അധീനതയിലാകും. അത് സാധാരണ സംസ്ഥാന പോലീസ് മേധാവിമാരോട്, പോലീസുകാരോട് കയർക്കുന്ന തരത്തിൽ ഇനി ഗവർണർക്ക് CRPF സുരക്ഷാ മേധാവിമാരോടൊന്നും കയർക്കാൻ സാധിക്കില്ല. കാരണം CRPFന്റെ സുരക്ഷ എന്ന് പറയുന്നത് ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്രം നൽകുന്നതായതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് പോവുകയാണ്. Z+ കാറ്റഗറി മട്ടിലുള്ള സുരക്ഷ തന്നെയായിരിക്കും ഗവർണർക്ക് ഒരുക്കുക. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായ ധാരണയെക്കുറിച്ചാണ് ഇപ്പോൾ അഞ്ജു ജയപ്രകാശ് വിശദമായ വിവരങ്ങൾ നൽകിയത്.